ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV-യുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ലഹരി വസ്തുക്കൾ വരുത്തുന്ന തകർച്ച എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലേക്ക് കടക്കാം. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവരുടെ ഹൃദയത്തിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 6-ാം അധ്യായം 2-3 വചനങ്ങൾ ഇപ്രകാരം പറയുന്നു: അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്, അവ നിന്നെ കാളക്കുറ്റനെ പോലെ കുത്തിക്കീറും. അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്ക മരമായി മാറും. കഴിഞ്ഞ ലക്കത്തിൽ മദ്യത്തിന് അടിമയായവരുടെ ഒരു ചിത്രം നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് പലരും മദ്യപാനത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. 2 കാരണങ്ങൾ. ഒന്ന്, പാരമ്പര്യമായി ലഹരി വസ്തുക്കൾക്ക് അടിമകളായിത്തീരുന്നു. മാതാപിതാക്കന്മാരിൽ നിന്ന് കുട്ടികളിലേക്ക് പകരുന്ന ഒരു സ്വഭാവമായിട്ട്. രണ്ടാമത്, ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങൾ അയാളെ മദ്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു. എന്തൊക്കെയാണ് സാഹചര്യങ്ങളെന്ന് നോക്കാം. ജിജ്ഞാസയും പരീക്ഷണവും, അറിയാനുള്ള ആഗ്രഹം, ആവശ്യത്തിലധികം സമ്പത്ത്, ഒരു രസത്തിന്, വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് മദ്യത്തിൻ്റെ ആകർഷത, മദ്യത്തിൻ്റെ ലഭ്യത, ടെൻഷൻ മാറ്റാൻ കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ട്, അനുകരിക്കാൻ ആഗ്രഹം, പരസ്യങ്ങളുടെ സ്വാധീനം. ഇനിയുമുണ്ട് കാരണങ്ങൾ. വളരെ പ്രധാനമായ ഒരു കാരണം, മദ്യത്തിന് അടിമകളായ പല വ്യക്തികളും മുറിവേറ്റ മനസ്സുള്ളവരാണ്. മുറിവേറ്റ മനസ്സ് അവരെ പ്രേരിപ്പിക്കും മദ്യപിക്കാനായി. അതുപോലെ ശരീരത്തിൻ്റെ പ്രേരണ, മദ്യപാനത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പല രോഗങ്ങളുണ്ട്. പിന്മാറ്റ അസ്വസ്ഥതകളുണ്ട് മദ്യപിക്കുന്നവരുണ്ട്. മദ്യത്തെപ്പറ്റി തെറ്റിദ്ധാരണ കൊണ്ട് മദ്യപിക്കുന്നവർ. പിന്നെ സുപ്രധാനമായ 2 കാരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ കടക്കാത്തത് കൊണ്ട്. മറ്റൊന്ന്, ദുരാത്മാക്കളുടെ സ്വാധീനം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മദ്യപിക്കാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ. മദ്യത്തിന് അടിമയായ വ്യക്തിയാണ് മദ്യാസക്തൻ എന്നറിയപ്പെടുന്നത്. മദ്യാസക്തരെ പറ്റി വളരെയേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടവർ മദ്യപിക്കുന്നു? 1956 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠനങ്ങൾക്ക് ശേഷമാണ് മദ്യാസക്തി ഒരു രോഗം ആണെന്നുള്ള വിവരം നമ്മൾ മനസ്സിലാക്കുന്നത്. WHO പറയുന്നു മദ്യാസക്തി മാരക രോഗം, ഏറ്റവും മാരകമായ രോഗം മദ്യാസക്തി. 1957 അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ APA ഇതുതന്നെ പറഞ്ഞു. 1987 ഇന്ത്യ ഗവൺമെൻറ്റും മദ്യാസക്തി ഏറ്റവും മാരക രോഗമെന്ന് പറയുന്നു. ഈ രോഗത്തിൻ്റെ പ്രത്യേകത, ഇതൊരു പ്രാഥമിക രോഗമാണ്, പ്രൈമറി ഡിസീസ്, ഒരു പ്രോഗ്രസീവ് ഡിസീസ്. പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും രോഗം കൂടിക്കൂടി വരികയാണ് രോഗിക്ക്. ഫേറ്റൽ, മരണത്തിലേക്ക് നയിക്കുന്നു. പെർമനൻറ്റ്, ഒരാൾക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് മാറാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് പെർമനൻ്റ് എന്ന് പറയുന്നത്. അറസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയും,
അവസാനത്തെ ഇതിൻ്റെ ഡെഫിനിഷൻ സ്പ്രെഡിങ് ഡിസീസ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരപ്പെടുന്ന രോഗം, രോഗിയെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന രോഗം. ഒരാൾ മദ്യത്തിന് അടിമയായി കഴിഞ്ഞാൽ അയാളെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് ആൽക്കഹോളിക് എന്നാണ്. അയാളുടെ 5 മേഖലകളാണ് തകരുന്നത്. 1 ശരീരം, 2 മനസ്സ്, 3 ആത്മാവ്, 4 കുടുംബം, 5 സമൂഹം. ഇത്ര 5 തലങ്ങളെ തകർക്കുകയാണ്. ഇതുകൊണ്ടാണ് മദ്യാസക്തി ഏറ്റവും മാരകമായ രോഗമെന്ന് പറയുന്നത്. സാധാരണ ഒരു രോഗം വന്നാൽ 1-2 മേഖലകൾക്കാണ് തകർച്ച. പക്ഷേ മദ്യാസക്തി 5 മേഖലകളെ തകർത്ത് കളയുകയാണ്. ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആൽക്കഹോൾ അയാളുടെ ചെറുകുടലിലെത്തി ചെറുകുടലിൽ നിന്ന് നേരിട്ട് രക്തത്തിലേക്ക് കലരുകയാണ്. അതിനുശേഷം രക്തം വഴി അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും മദ്യം തകർത്ത് കളയുന്നു. ഏറ്റവും പ്രധാനമായിട്ട് തലച്ചോറിനെയാണ് തകർത്ത് കളയുന്നത്. അതുകൊണ്ട് ആൽക്കഹോളിസം ഈസ് എ ഡിസീസ് ഓഫ് ദ ബ്രെയിൻ എന്ന് വരെ പറയാറുണ്ട്. നമുക്കറിയാം, മദ്യപിക്കുന്ന ചേട്ടന് സുബോധം നഷ്ടപ്പെട്ടു പോകുന്നു. അയാളുടെ തലച്ചോറിന് ശരിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രാജഡി. ഇനി ഈ 5 തലങ്ങളിൽ മദ്യാസക്തി കൊണ്ട്, മദ്യപാനം കൊണ്ട് 5 മേഖലകളിലുണ്ടാകുന്ന തകർച്ചകളെപ്പറ്റി നമ്മൾ കാണാൻ പോവുകയാണ്. ഒന്നാമത്തെ തകർച്ച ശരീരത്തിൻ്റെ, 1 ശരീരം, 2 മനസ്സ്, 3 ആത്മാവ്, 4 കുടുംബം, 5 സമൂഹം. ഇത്രയാണ് തകർച്ചകൾ. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തകരുകയാണ്. തലച്ചോറിൽ 2 തരത്തിലുള്ള അസുഖങ്ങളാണ്. കൈകാലുകളെ ബാധിക്കുന്ന രോഗത്തിൻ്റെ പേര് പെരിഫറൽ ന്യൂറോപ്പതി. കണ്ണിൻ്റെ കാഴ്ച തകരാറിലാക്കുകയാണ്. ഒപ്റ്റിക് നെർവിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. സന്ധിബന്ധങ്ങളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഗൗട്ട് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. ഉദരത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് മഹോദരം എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. വൃക്കകളെ തകരാറിലാക്കുന്നു. ഒരുപാട് വെള്ളം ശരീരത്തിൽ നഷ്ടപ്പെടാനിടയാക്കുന്നു. ലൈംഗികതയെ ബാധിക്കുന്നു. പുരുഷന്മാരുടെ വൃഷ്ണങ്ങളെ മുരടിപ്പിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നു. വന്ധ്യത ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പല പുരുഷന്മാർക്കും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ പുരുഷത്വം തന്നെ നഷ്ടമാകുന്നു. ഹൃദയത്തിന് 4 തരത്തിലുള്ള അസുഖങ്ങൾ: ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി, ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം, ഏട്രിയൽ ഫൈബ്രിലേഷൻ, കൂടാതെ കൂടിയ ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ. കരളിനെ ബാധിക്കുന്നു. 1-ാം ഘട്ടത്തിൽ കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നു, ഫാറ്റി ലിവർ. 2-ാം ഘട്ടത്തിൽ മഞ്ഞപ്പിത്തം ബാധിക്കുന്നു, കരളിന് മഞ്ഞപ്പിത്തം ബാധിക്കുന്നു, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ. 3-ാമത്തെ ഘട്ടം കരളിൻ്റെ കോശങ്ങൾ മരിച്ചു പോകുന്ന അവസ്ഥയാണ്. അതിനെയാണ് സിറോസിസ് എന്ന് പറയുന്നത്, ലിവർ സിറോസിസ്. ആദ്യത്തെ പടത്തിൽ സാധാരണ ഒരു ആരോഗ്യമുള്ള ആളുടെ ലിവർ, 2-ാമത്തെ പടത്തിൽ ചത്തുപോയ ഒരു ലിവർ. മനുഷ്യന് ജീവനുണ്ട്, പക്ഷേ അയാളുടെ ലിവർ മരിച്ചു പോയിരിക്കുന്നു. പാൻ മസാല, പുകയില ഉപയോഗം കൊണ്ട് പലതരത്തിലുള്ള ക്യാൻസറുകൾ, ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അവസ്ഥ, ലൂക്കോപ്ലാക്കിയ എന്ന് പറഞ്ഞ അവസ്ഥ, സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്ന ക്യാൻസർ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, എംഫസീമ, ഹൃദയസ്തംഭനം,
ആമാശയ കുടൽ രോഗങ്ങൾ, സ്ട്രോക്ക്, ഇതെല്ലാം ശരീരത്തെ തകർത്ത് കളയുന്നു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മേഖല. മദ്യവും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ ശരീരം തകർന്നു പോവുകയാണ്. 1 കൊറിന്തോസ് 3:16 നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതുകൊണ്ട് ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ചിടാനുള്ള, വേസ്റ്റ് ഇടാനുള്ള ഒരു സ്ഥലമല്ല ശരീരം, ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ഒരു വലിയ ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മദ്യാസക്തി രോഗം ബാധിക്കുന്നവരുടെ ശരീരം തകർന്നു. രണ്ടാമത്തെ മേഖല മനസ്സിൻ്റെ തകർച്ചയാണ്. ആരംഭകാലത്ത് മദ്യപാനം രസകരമായി തോന്നാം. ആദ്യം കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആരും ഒരു വലിയ പ്രശ്നമായിട്ട് കണക്കാക്കത്തില്ല, വീട്ടിലും ഒന്നും വലിയ പ്രശ്നങ്ങളുണ്ടാകില്ല. എന്നാൽ മദ്യപാനം സ്ഥിരമായി മാറുന്നതോടുകൂടി കാര്യങ്ങൾ കീഴ്മേൽ മറിയാൻ തുടങ്ങും. ഭാര്യയുടെയും മക്കളും പണ്ടത്തെ പോലെ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ വരാൻ തുടങ്ങും. മാതാപിതാക്കളും സഹോദരങ്ങളും ഗൗനിക്കുന്നില്ല എന്നുള്ള തോന്നൽ വരും. ആരും അംഗീകരിക്കുന്നില്ലെന്നുള്ള തോന്നൽ. ഇനി ഇവർക്ക് വേണ്ടി എന്തിനാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു തോന്നൽ പതുക്കെ വരാൻ തുടങ്ങും. ഒരു മദ്യാസക്തൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ അവസാനത്തെ ആ ക്രൂഷ്യൽ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ ഉത്കണ്ഠ, വിഷാദം, ഭയം, ആത്മധൈര്യക്കുറവ്, അപകർഷത, സ്വയം വെറുപ്പ്, കുറ്റബോധം, ഹാലുസിനേഷൻ, സംശയരോഗം, ആത്മഹത്യാ ചിന്ത, വെറുക്കപ്പെട്ടവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി. എന്തിന് ഈ ജീവിതം? മദ്യത്തിൽ അടിമകളായി തീർന്ന എല്ലാവരും ഈ രീതിയിലാണെന്നല്ല നമ്മൾ പറയുന്നത്, ഇങ്ങനെ ആകുന്നവരുമുണ്ട്. അപ്പോൾ സാത്താൻ ചെവിയിൽ പറയുകയാണ്, നിനക്കിനി രക്ഷയില്ല, നീ പോയി മരിക്ക്. വലിയ നുണചിന്ത ഇങ്ങനെയുള്ളവരുടെ ഉള്ളിലേക്ക് സാത്താൻ കടത്തിവിടുക. തിരുവനന്തപുരത്ത് കഠിനംകുളം എന്ന് പറയുന്ന ദേശത്ത്, തീരദേശത്ത് നടത്തിയൊരു സർവേയിൽ 10 മരണങ്ങൾ, 10 ചെറുപ്പക്കാരുടെ മരണങ്ങൾ പഠിച്ചതിൽ അവർ മനസ്സിലാക്കിയത് 9 പേരും മദ്യത്തിന് അടിമകളായിരുന്നു എന്നുള്ളതാണ്. നമ്മളെ തകർത്ത് കളയുക. മദ്യാസക്തൻ്റെ വീട്ടിൽ വിളിക്കാതെ വിരുന്നിനെത്തുന്ന കുറേ അതിഥികളുണ്ട്. ദുരിതം, ദുഃഖം, കലഹം, ആവലാതി, ദാരിദ്ര്യം, നിരാശ, തകർച്ച, അടിപിടി, അക്രമം, ശാപം. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 29 മുതലുള്ള വചനങ്ങൾ ഒരു മദ്യാസക്തന് ഉണ്ടാകുന്ന തകർച്ചയെ നമ്മളുടെ മുമ്പിൽ വരച്ച് കാട്ടുകയാണ്. സുഭാഷിതം 23-29 മുതലുള്ള വചനങ്ങൾ. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞ് കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചുവന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയണം, ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒരു നട്ടപ്പാതിരായിക്ക് പുറംകടലിൽ നീന്തലറിയാത്തയാൾ ഒരു വള്ളത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ. അയാൾ നോക്കുമ്പോൾ വള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളം എരച്ചു കയറുന്നു. രക്ഷപ്പെടാൻ വേണ്ടി പാമരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്ന ഹതഭാഗ്യനായ മനുഷ്യൻ. അയാളെപ്പോലെയാണ് ഒറ്റപ്പെടലിലേക്ക് മദ്യത്തിനടിമയായ വ്യക്തി കടന്നു പോകുന്നത്. ഇനി 3-ാമത്തെ മേഖല ആത്മീയ മേഖലയുടെ തകർച്ചയാണ്. നമുക്കറിയാവുന്നതുപോലെ
ഏത് രോഗം വന്നാലും സാധാരണഗതിയിൽ ഒരു വ്യക്തി എൻ്റെ ദൈവമേ എന്ന് വിളിക്കും. ദൈവവിശ്വാസം ഇല്ലാത്ത ആൾ പോലും ക്യാൻസറാണെന്നറിയുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിക്കും. പക്ഷേ മദ്യാസക്തനായ വ്യക്തിക്ക്, മദ്യത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ദൈവമേ എന്ന് വിളിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനപ്രകാരം പറയുന്നു, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. ദൈവത്തിൽ നിന്ന് ഓടി അകലാൻ വേണ്ടി ഒന്നും തുടങ്ങിയതല്ല മദ്യപാനം, പക്ഷേ അവിടെ കൊണ്ടെത്തിക്കുകയാണ്. കുറച്ച് സന്തോഷം, അല്പനേരത്തേക്കുള്ള ഒരു സന്തോഷം തന്ന് ദൈവത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അകറ്റുന്നു. അങ്ങനെയുള്ള ഒരു ദുരാത്മാവാണ് ഈ മദ്യപിക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നാണ് ഹോസിയ പ്രവാചകൻ്റെ വചനം 5:4, ഹോസിയ 5:4 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 11 തൊട്ടുള്ള വചനങ്ങൾ മദ്യപാനത്തിൻ്റെ പരിണിത ഫലങ്ങളെപ്പറ്റി വിവരിക്കുന്നു. യെശയ്യാ 5:14 ഇപ്രകാരം പറയുകയാണ്, അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു, സീമാതീതമായി അത് വായ പിളർന്നിരിക്കുന്നു. ജെറുസലേമിലെ കുലീനരും സാധാരണരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ പതിക്കുന്നു. പാതാളം എന്നിവിടെ അർത്ഥമാക്കുന്നത് നരകമാണ്. മദ്യത്തിന് അടിമയായവർക്ക് ഉള്ള ഏറ്റവും വലിയ ദുരന്തം, അവർ മരിക്കാൻ പോകുന്ന സമയത്ത് പോലും ദൈവമേ എന്ന് വിളിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ളവരെ വിഴുങ്ങാൻ, ഒരു പാമ്പ് ഇരയെ വിഴുങ്ങാൻ വേണ്ടി വാ പൊളിക്കുന്നത് പോലെ ഇങ്ങനെയുള്ളവരെ വിഴുങ്ങാൻ വേണ്ടി ഇതാ നരകം വായ് പൊളിക്കുന്നു, വായ പിളർക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവേ, അങ്ങേ ഉപേക്ഷിച്ചവരെല്ലാം ലജ്ജിതരായിത്തീരും. അങ്ങയിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷമാകും. എന്തെന്നാൽ ജീവജലത്തിൻ്റെ ഉറവയായ അങ്ങയെ അവർ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, മദ്യപാനം വരുത്തുന്ന ഏറ്റവും വലിയ തകർച്ച ഈ തകർച്ച തന്നെയാണ്, ആത്മാവിൻ്റെ തകർച്ച. ശരീരം കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോകാനുള്ളതാണ്. മനസ്സ് കുറേ നാൾ കഴിയുമ്പം ശരീരവും മനസ്സുമൊക്കെ ഇല്ലാതാകും. പക്ഷേ ആത്മാവിൻ്റെ തകർച്ച വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് KCBCയുടെ നേതൃത്വത്തിൽ ഈ ശുശ്രൂഷകൾ ഇപ്പോൾ വളരെ താല്പര്യത്തോടെ മുന്നോട്ട് പോകുന്നത്. ഇനി മദ്യപാനം കൊണ്ടുണ്ടാകുന്ന 4-ാമത്തെ തകർച്ച കുടുംബത്തിൻ്റെ തകർച്ചയാണ്. കുടുംബത്തിൻ്റെ തകർച്ച. കുടുംബത്തിൽ രാത്രി ഭർത്താവ് കുടിച്ചിട്ട് വന്നിട്ട് ബഹളം ഉണ്ടാക്കും. ആ സമയത്ത് ഭാര്യ മിണ്ടാതിരിക്കും. പകൽ സമയത്ത് ഭർത്താവ് സംസാരിക്കത്തില്ല, പക്ഷേ ഭാര്യ ഇന്നലത്തെ കാര്യം പറഞ്ഞ് തലേദിവസത്തെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കും. ഇങ്ങനെ നമ്മൾ സാധാരണ കണ്ടുവരുന്നുണ്ട്. ഒരു പകലും വഴക്ക്, രാത്രിയും വഴക്ക്, എപ്പോഴും ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ലോകത്തിൽ ഏറ്റവും അധികം സഹനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഒരു മദ്യത്തിന് അടിമയായ വ്യക്തിയുടെ ഭാര്യ. വലിയ പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന ഇയാൾ മദ്യത്തിന് അടിമയാണ്. ഇപ്പോൾ അഡിക്ഷൻ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഭവന സന്ദർശനങ്ങൾ നടത്തുമ്പോൾ അല്ലെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ വലിയ സങ്കടങ്ങൾ, വലിയ വിലാപങ്ങൾ കേൾക്കാനായിട്ട് കഴിയും. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി, സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു. അവർ പ്രതീക്ഷിച്ചതിന് ഘടകവിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടക്കും. പിന്നെ വേറെ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. പക്ഷെ ധ്യാനത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ
അവരുടെ ഉള്ളിലേക്ക് വലിയ പ്രത്യാശ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. മദ്യാസക്തരുടെ മക്കളുടെ പ്രത്യേകത, വീട്ടിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷം, അതുകൊണ്ട് മുറിവേറ്റ മനസ്സുള്ള കുട്ടികൾ, അപകർഷതാബോധം, വിഷാദം, ആത്മവിശ്വാസമില്ലായ്മ, അവരിൽ ചിലർ പ്രശ്നക്കാരും ഒളിച്ചോട്ടക്കാരും. ചിലപ്പോൾ പെൺകുട്ടികൾ അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോകുന്നു. കാരണം വീട്ടിലാരും സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് പുറത്താരെങ്കിലും ഒരല്പം ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി, അതാണ് സ്നേഹമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോവുക. ആൺകുട്ടികൾ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നു. മദ്യപാനം കുടുംബത്തിൻ്റെ അടിവേരിളക്കും. ഒരു മരത്തിന് നിവർന്നു നിൽക്കണമെങ്കിൽ അതിൻ്റെ വേര് നല്ല ബലമുള്ളതായിരിക്കണം. വേര് ആഴത്തിലേക്ക് ഇറങ്ങണം. മണ്ണിൽ ആഴത്തിലേക്ക് ഇറങ്ങാത്ത മരം മറിഞ്ഞു വീഴും എന്ന് പറയുന്ന പോലെ മദ്യാസക്തൻ്റെ കുടുംബം തകർന്നു വീഴും. ചില മരങ്ങളെയൊക്കെ ചില ഇത്തിൽ കണ്ണികൾ അതിൽ പറ്റിപ്പിടിച്ച് വളർന്നിട്ട് അതിനെ ഉണക്കിക്കളയുന്നത് നമുക്ക് അറിയാം. പ്രത്യേകിച്ച് മാവ് പോലെയുള്ള മരങ്ങളിൽ ഇത്തിൽ വന്ന് പറ്റിപ്പിടിച്ച്, ഇത്തിൽ കണ്ണി പറ്റിപ്പിടിച്ച് അതിനെ ഉണക്കിക്കളയും എന്ന് പറയുന്നത് പോലെ കുടുംബം എന്ന വൃക്ഷത്തെ ഉണക്കിക്കളയുന്ന ഇത്തിൽ കണ്ണിയാണ് മദ്യം. കുടുംബത്തിലെ സമ്പത്ത്, കുടുംബത്തിലെ ഐശ്വര്യം, കുടുംബത്തിലെ ബന്ധങ്ങൾ, കുടുംബത്തിലെ അഭിമാനം, കുടുംബത്തിലെ സമാധാനം എല്ലാം നശിപ്പിച്ച് കളയുക. കുടിരഹിത കുടുംബം ഒരു കൂട്ടായ്മ. സാമ്പത്തിക മേഖലയൊന്നും അല്ല ഒരു കുടുംബത്തിൽ സമാധാനം, സന്തോഷം തീരുമാനിക്കുന്നത്. അവർ ദൈവത്തിൽ ആശ്രയിച്ച് സമാധാനമായിട്ട് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ലഹരി വിമുക്ത കുടുംബം നല്ല ഒരു കൂട്ടായ്മയുടെ അനുഭവമായിരിക്കും. കുടിക്കുന്ന വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാ, ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ വേറൊരാൾ വന്നിരിക്കും, വിളിക്കാതെ വരുന്ന ഒരു അതിഥി. കുടിരഹിത കുടുംബം ഭൂമിയിലെ സ്വർഗം എന്ന് പറയാറുണ്ട്. കുടുംബനാഥൻ കള്ളു കുടിക്കുന്നയാളാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ. കുടുംബനാഥനാണ് ഈ എൻജിൻ, തീവണ്ടിയുടെ എൻജിൻ. അത് പാളം തെറ്റിക്കിടന്നാൽ മറ്റ് ബോഗികൾക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അഞ്ചാമത്തെ തകർച്ച സമൂഹത്തിൻ്റെ തകർച്ചയാണ്. സമൂഹത്തിൽ ലഹരി കൊണ്ടുണ്ടാകുന്ന തിന്മകൾ, സ്ത്രീ പീഡനങ്ങൾ, വിവാഹമോചനം, ആത്മഹത്യ, ദാരിദ്ര്യം, കൊലപാതകം. 85% റോഡപകടങ്ങളും ലഹരി വസ്തുക്കൾ മൂലം, 17% മനോരോഗികളും മദ്യപാനം മൂലം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലൈംഗിക വ്യതിയാനം, മദ്യപാനം മൂലം ഉണ്ടാകുന്ന തകർച്ചകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. 5 മേഖലകളാണ്: ശരീരം, മനസ്സ്, ആത്മാവ്, കുടുംബം, നമ്മളായിരിക്കുന്ന സമൂഹം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ അനേക വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം വിലക്കിയ വസ്തുക്കളാണ് ലഹരി വസ്തുക്കൾ. നമുക്കറിയാം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34 മുതലുള്ള വചനങ്ങളിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം പെട്ടെന്നൊരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴാതിരിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കുവിൻ. തുടർന്ന് വചനം പറയുന്നു, യേശുവിൻ്റെ 2ാമത്തെ ആഗമനത്തിൽ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന്. ഈശോ തന്നെ അത്രമാത്രം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരായിട്ട് സംസാരിച്ചു. 1 കൊറിന്തോസ് 6:10, അതുപോലെ ഗലാത്യ ലേഖനം 5:19 മുതലുള്ള വചനങ്ങളെല്ലാം പറയുന്നു, മദ്യപാനി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ,
നമ്മുടെ ആത്മാവിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ തകർത്ത് കളയുന്ന ഈ ലഹരി വസ്തുക്കൾ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാനും ഉപേക്ഷിക്കാനും അതിനെതിരെ പോരാടാനുമുള്ള ഒരു വലിയ ശക്തി നമുക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. റോമാലേഖനം 13-ാം അധ്യായം 12-13 വചനങ്ങൾ നമ്മോട് പറയുകയാണ്, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹത്തിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. KCBCയുടെ പ്രവർത്തനങ്ങളോട് ഒത്തുചേർന്ന് ഈ 5 മേഖലകളെയും തകർക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള കൃപ, മദ്യം ഉപേക്ഷിക്കാനും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ അതിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ലഹരി വസ്തുക്കൾക്ക് അടിമകളായവരെ എങ്ങനെ നമുക്കതിൽ നിന്ന് മോചിപ്പിക്കാമെന്നുള്ള കാര്യത്തെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.